നിങ്ങൾ ഇംഗ്ലീഷ് ഒട്ടും അറിയാത്ത ഒരാളാണോ? ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സിൽ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രോനൗൺ, സർവനാമം. ഒരു വാചകത്തിൽ നൗണിന് പകരം ഉപയോഗിക്കുന്ന വാക്കിനെയാണ് പ്രോനൗൺ അല്ലെങ്കിൽ സർവനാമം എന്ന് വിളിക്കുന്നത്. ഒരു പേര് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് ഒഴിവാക്കാനാണ് സർവനാമങ്ങൾ ഉപയോഗിക്കുന്നത്. ഇവിടെ നോക്കൂ, രാഹുൽ ഒരു ബോയ് ആണ്. അതിനെ ഹി എന്ന് റീപ്ലേസ് ചെയ്യാം. ഹി ഒരു പ്രോനൗൺ ആണ്. അനിത ഒരു ഗേൾ ആണ്. ഷീ ഒരു പ്രോനൗൺ ആണ്. ഇതുപോലെയുള്ള കൂടുതൽ എക്സാമ്പിൾസ് കാണണ്ടേ? ഐ, യു, ഹി, ഷീ. ഒരു ജീവിയോ വസ്തുവോ ഒക്കെയാണെങ്കിൽ ഇറ്റ്. കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ വി, ദേ. പിന്നെ മീ, ഹിം, ഹർ, അസ്, ദെം, ദിസ്, ദാറ്റ്, ദീസ്, ദോസ്. ഇതെല്ലാം കോമൺ പ്രോനൗൺസ് ആണ്. നിങ്ങൾക്ക് പ്രോനൗൺ എന്താണെന്ന് മനസ്സിലായോ എന്നൊന്ന് ചെക്ക് ചെയ്യണ്ടേ? ഷീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഇവിടെ ഷീ അതൊരു പ്രോനൗൺ ആണ്. അടുത്ത സെന്റൻസ്, പ്ലീസ് ഹെൽപ്പ് മീ വിത്ത് മൈ ഹോംവർക്ക്. പ്ലീസ് ഹെൽപ്പ് മീ അത് ഒരു പ്രോനൗൺ ആണ്. ദിസ് ഈസ് മൈ സ്കൂൾ ബാഗ്. ദിസ് അത് പ്രോനൗൺ ആണ്. എല്ലാ സെന്റൻസിലും മൈ അതും ഒരു പ്രോനൗൺ ആണ്. ഹു ഈസ് നോക്കിംഗ് അറ്റ് ദ ഡോർ. ഇവിടെ ഹു അതൊരു പ്രോനൗൺ ആണ്. ദിസ് ബുക്ക് ഈസ് മൈൻ. മൈൻ ഒരു പ്രോനൗൺ ആണ്. ഐ മേഡ് ദിസ് കാർഡ് മൈസെൽഫ്. മൈസെൽഫും ഒരു പ്രോനൗൺ ആണ്. ഇവിടെയൊക്കെ പേരിന് പകരവും ആളുകൾക്ക് പകരവും ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളാണ് പ്രോനൗൺസ്. ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പഠിക്കാം.